നമസ്കാരം. തന്ത്ര ആൻഡ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഈ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തന്ത്രശാസ്ത്രം എന്ന വിഷയത്തെപ്പറ്റി വളരെ വ്യത്യസ്തമായ രീതിയിൽ പരമാവധി മനസ്സിലാവത്തക്ക രീതിയിൽ നമ്മൾ പഠിക്കാനും അറിയാനും ശ്രമിക്കുകയാണ്. നമ്മൾ പല കാര്യങ്ങളും തന്ത്രത്തിൽ പഠിച്ചു. അതിൽ ഗുരുവിനെയും ശിഷ്യനെയും അതിൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ മറ്റ് ചില കാര്യങ്ങളോട് നോക്കിയിട്ട് ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ചുകൂടെ ആഴത്തിലാണ്. ഇനിയും വരാൻ പോകുന്ന ഒരു 3-4 എപ്പിസോഡുകൾ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെയും കൂടി ഇരിക്കണം. അതോടൊപ്പം തന്നെ വിസ്താര ഭയത്താൽ വളരെ ചുരുങ്ങിയായിരിക്കും ഞാൻ പറയുന്നത്. കാരണം ഓരോ എപ്പിസോഡിലും 30-40 മിനിറ്റിൽ നമ്മൾ ഒതുക്കുന്ന ഒരു സാധനം വിശദമായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ 2-3-4 മണിക്കൂർ പറയാൻ, ഓരോ എവിഡൻസ് എടുത്ത് വെച്ച് പറയാൻ, ഓരോ പ്രമാണങ്ങൾ നിരത്തി പറയാൻ നമുക്ക് അത്രയും സമയമെടുക്കും. അപ്പോൾ ഇവിടെ ഇതൊരു കിളിവാതലായിട്ടൊരു ബേസിക് നോളജായിട്ടാണ് ഞാൻ ഈ വീഡിയോ സീരീസിനെ കാണുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്വേഷിക്കാൻ ഇറങ്ങുന്നവർക്ക് ബേസിക്കായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ അന്വേഷിക്കണം, എവിടെ പോയി അന്വേഷിച്ചാൽ ഈ കാര്യങ്ങൾ കിട്ടും, എവിടെ പോയാൽ ഇതൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം നമ്മൾ തന്ത്ര അധികാരത്തെക്കുറിച്ചും തന്ത്രഭേദങ്ങളെക്കുറിച്ചും ഓരോയിടത്ത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഡിവിഷൻസ് ഓഫ് തന്ത്ര എങ്ങനെയാണെന്നുള്ളത് പല ദേശങ്ങളിൽ പല രീതിയിലാണ്. അത് ഡിവിഷൻസ് ഓഫ് തന്ത്ര പലതരത്തിൽ ഡിവിഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടി അതെങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതും കൂടിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ തന്ത്രഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഡിവിഷൻസിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഏതൊക്കെ തന്ത്രഗ്രന്ഥങ്ങളാണ് ആക്ച്വലി ആ ഡിവിഷനുമായിട്ട് ചേരുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഒരു വലിയ പ്രയത്നമാണ്, സമുദ്രത്തിൽ ചാടുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. ഇനി വരാൻ പോകുന്ന ഒരു 2-3-4 മിനിമം ഒരു 4 എപ്പിസോഡെങ്കിലും കൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. പൂർണ്ണമായിട്ടും കാണാനും ശ്രമിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് വീഡിയോകൾ പോലെ അല്ല ഇതിൻ്റെ ഒരു യാത്ര. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ശ്രദ്ധയോടെ കാണുവാനും ശ്രമിക്കുക. അപ്പം തന്ത്രഭേദം എന്താണ് എന്നുള്ളത് നോക്കാം. അവിടുന്ന് തുടങ്ങാം. ശരിക്കും തന്ത്രം എന്താണ്? ചിലവർ തന്ത്രത്തെ കുറ്റം പറയുന്നുണ്ട്. താന്ത്രികർ തന്നെ വൈദിക ക്രിയകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലവരാണെങ്കിൽ ആ വൈദികമേ വേണ്ട, വാസ്തവത്തിൽ തന്ത്രമാണ് വേണ്ടത്, തന്ത്രശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണ് വേണ്ടതെന്നൊക്കെയുള്ള പല തരത്തിലുള്ള ഡിവിഷൻസ് ഇതിനകത്തുണ്ട്. ഈ നോൺ വെജിറ്റേറിയൻ ബേസ്ഡ് ആയിട്ടുള്ള തന്ത്രം, വെജിറ്റേറിയൻ ആയിട്ടുള്ള തന്ത്രം, കാളിക്ക് കുങ്കുമം കലക്കിയാൽ മതിയോ, കോഴിയെ തന്നെ കൊല്ലണോ, ഗുരുതി കൊടുക്കണം എന്നൊക്കെയുള്ള പല അഭിപ്രായങ്ങൾ നമ്മളുണ്ട്. എൻ്റെ ആദ്യത്തെ എപ്പിസോഡുകളിൽ നമ്മൾ ഈ വിഷയത്തെപ്പറ്റി ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതുമാണ്. ഇവിടെ ഒരേ സമയം തത്വബോധം അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോഴും തന്ത്രത്തിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കാരണം അതാത് ദേശത്തിൻ്റെ ഒരു റിച്വലിസ്റ്റിക് കൾട്ടുമായിട്ടും അവിടുത്തെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും തന്ത്രം വളർന്നിട്ടുണ്ട്. അത് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കൂടുതലും ചർച്ച ചെയ്യേണ്ടത്. അപ്പം ആദ്യം തന്ത്രത്തെ എത്രയായി തരംതിരിക്കാം എന്നുള്ളതാണ്. തന്ത്രത്തിൻ്റെ ആചാരഭേദങ്ങളെ നമുക്ക് തുടക്കം എന്നുള്ള രീതിയിൽ 4 തരംതിരിക്കാം. ഓരോ ദേശത്തിനനുസരിച്ചും തന്ത്രം വളർന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കാശ്മീര ശൈവ ദർശനങ്ങളിലാണെങ്കിലും പല സമ്പ്രദായങ്ങളുണ്ട്. പല രീതിയിൽ അതിനെ മന്ത്രമാർഗമെന്നും ജ്ഞാനമാർഗം എന്നൊക്കെ പറഞ്ഞ് തിരിക്കും. അല്ലെങ്കിൽ ത്രികക്രമ കൗളം എന്ന് പറഞ്ഞ് തിരിക്കും. അല്ലെങ്കിൽ ആംനായ ബേസ്ഡായിട്ട് ചതുരാംനായം, 4 ആംനായത്തെ ബേസ്ഡായിട്ട് ഡിവിഷൻ വരുന്നുണ്ട്. അപ്പം ഇതിനൊക്കെ സബ് ഡിവിഷൻസും ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് കാശ്മീര ശൈവതന്ത്രത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ ബ്രഹ്മാനന്ദ ഭാരതി മുനി കൃതമായിട്ടുള്ള പുരുഷാർത്ഥ പ്രബോധം എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ തന്ത്ര അധികാരികളെ 4 തരംതിരിച്ചിരിക്കുന്നു. നമുക്ക് അവിടുന്ന് തുടങ്ങാം. അതിൻ്റെ പ്രമാണം എടുത്ത് തുടങ്ങാം. തന്ത്രഗ്രന്ഥം ന സഹതേയ സോയ ശുദ്ധ വൈദിക. തന്ത്രത്തിൻ്റെ ഗന്ധം സഹിക്കാൻ വയ്യാതെ ആചരണം നടത്തുന്നവരെ ശുദ്ധ വൈദികർ എന്നും, വേദഗന്ധം ന സഹതേയ
സോ ശുദ്ധതാന്ത്രിക, അതായത് വേദഗന്ധം സഹിക്കാത്ത ആളെ ശുദ്ധ താന്ത്രികൻ എന്നും പറയുന്നു. അതോടൊപ്പം തന്നെ വേദാഗമപ്രീതനായ ആളെ വൈദിക താന്ത്രികൻ എന്നും, തന്ത്രാംശ സ്തുതി പ്രീതകനെ താന്ത്രിക വൈദികൻ എന്നും പറയുന്നു. അപ്പോൾ ശുദ്ധ വൈദികൻ, ശുദ്ധ താന്ത്രികൻ, അതുപോലെ തന്നെ താന്ത്രിക വൈദികൻ, വൈദിക താന്ത്രികൻ എന്നിങ്ങനെ 4 തരംതിരിക്കാം. ഈ പുരുഷാർത്ഥ പ്രബോധം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ബ്രഹ്മാനന്ദ ഭാരതി മുനി തന്നെ തൊട്ടടുത്ത ശ്ലോകത്തിൽ ഈ പറഞ്ഞ വിഷയം സമർത്ഥിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ കപോലകൽപിതമായിട്ടുള്ള കാര്യമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നു, സൂതസംഹിത, പാരശര്യം എന്നിവ ശുദ്ധവൈദികം എന്നും ശിവരാഘവ സംവാദ വായവീയാദികം ബുധേ, ശിവരാഘവ സംവാദം വായവീയാദികളാണ് താന്ത്രിക വൈദികം എന്ന് പറയുന്നതും, അതുപോലെ തന്നെ വേദഗന്ധത്തെ പോലും സ്വീകരിക്കാത്ത സോമ പാശുപതാദികളെ ശുദ്ധതന്ത്രം എന്നും വിളിക്കുന്നു. അതുപോലെ തന്നെ പാഞ്ചരാത്രം, ഭാഗവതം, ശൈവ സിദ്ധാന്തം ഇവയെല്ലാം വൈദിക താന്ത്രികങ്ങളും. അതുപോലെ തന്നെ പാണിനീയം, ജൈമിനീയം ശാസ്ത്രം, വൈയാസികം തഥാ ഭാഷ്യം ച ഭഗവത്പാദീയം ചോക്തം ശുദ്ധവൈദികം. അതുപോലെ പാണിനീയം, ജൈമിനീയം, വൈയാസികം എന്നിവയും ശുദ്ധവൈദികമാണെന്നും അറിയപ്പെടുന്നു. അദ്ദേഹം കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഇത് തന്നെ വളരെ വൈഡായിട്ട് പറയേണ്ട ഒരു സബ്ജക്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമുക്കൊരു ഈ കാശ്മീര ശൈവ സമ്പ്രദായത്തെക്കുറിച്ച് പറയുമ്പം അവിടെ എങ്ങനെയാണ് ഡിവിഷണലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഗൗഡതന്ത്രം അല്ലെങ്കിൽ വംഗതന്ത്രം, വംഗദേശത്തിനുണ്ടായിട്ടുള്ള തന്ത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവരെങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. കേരളതന്ത്രം ഏറ്റവും പ്രധാനപ്പെട്ട 3 ആചാരങ്ങളാണ്. അപ്പം കേരളദേശത്തിലെ തന്ത്രത്തെക്കുറിച്ച് പറയുമ്പം കേരളദേശത്തിൽ എങ്ങനെയാണ് തന്ത്രം പറഞ്ഞിട്ടുള്ളത് എന്നൊക്കെയുള്ള നമുക്ക് അതാത് ദേശത്തിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറയാം. പക്ഷെ ഇപ്പം ഇതിനെ ലഘൂകരിച്ചിട്ട് റൈറ്റ് ഹാൻഡ് താന്ത്രിസം, ലെഫ്റ്റ് ഹാൻഡ് താന്ത്രിസം എന്ന് പറഞ്ഞിട്ട് ഒരു കൾട്ടായിട്ട് ഇതിനെ മാറ്റിയിട്ട് ഇതിൻ്റെ താഴെ റൈറ്റ് ഹാൻഡ് പാത്തിൻ്റെ താഴെ സമയാചാരക്രമത്തിലുള്ളതും അല്ലെങ്കിൽ ദക്ഷിണാചാരക്രമത്തിലുള്ള അല്ലെങ്കിൽ അനുത്തമത്തിൽ വരുന്നത് അല്ലെങ്കിൽ അവധൂതത്തിൽ വരുന്നതായിട്ടുള്ള സർവ്വകാര്യങ്ങളും റൈറ്റ് ഹാൻഡ് പാത്തിലേക്കും, ലെഫ്റ്റ് ഹാൻഡ് പാത്തിൽ വാമകേശം, ദിഗംബരം, വാമാചാരം തുടങ്ങിയിട്ടുള്ള ആയിട്ട് ബന്ധപ്പെടുന്ന വീരാരാധന സാധനങ്ങളെ എല്ലാം ബന്ധപ്പെട്ടിട്ട് വൈദിക ഗന്ധത്തെ ഒട്ടും സഹിക്കാൻ വയ്യാത്ത തന്ത്രവിഭാഗങ്ങളെയെല്ലാം ലെഫ്റ്റ് ഹാൻഡ് പാത്തിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് മോഡേൺ സ്കോളേഴ്സാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പക്ഷേ അല്ലാതെ ഇതിൻ്റെ മിശ്രങ്ങളായിട്ടും ഇവരങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കൂട്ടിക്കലർന്നിട്ട് ഓരോ ദേശത്തിൻ്റെ ആചാര രീതികൾക്കനുസരിച്ച് വളരെ വിശദമായിട്ടൊരു പഠനം തന്നെ ഇതിന് ഇനിയും നടക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അഭിപ്രായം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല സ്കോളേഴ്സിൻ്റെയും പല ഇൻഡോളജിസ്റ്റുകളുടെയും തന്ത്ര റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങൾ നമ്മൾ നോക്കുമ്പം അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഇനിയും ഓരോ ദേശത്തിൻ്റെയും എടുത്ത് ചെല്ലുമ്പം ഓരോ ദേശത്തിൻ്റെ രീതികൾ ചെല്ലുമ്പോൾ ഈ തന്ത്രശാസ്ത്രം തത്വബോധത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദേശത്തിൻ്റെ കൾട്ടുമായിട്ട് ചേർന്ന് ആചാര്യന്മാർ ഓരോ കാലയളവിൽ വരുന്നതിനനുസരിച്ച് പല സമ്പ്രദായങ്ങൾ ഉണ്ടാകും. ഈ സമ്പ്രദായത്തെ പൂർണ്ണമായും കണ്ടുപിടിച്ച് നമ്മൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പാടാണ്. അത് ഒരുപാട് കളക്റ്റീവായിട്ടുള്ള നോളജായിട്ട് വരണം. ഒരുപാട് പേരുടെ പഠനം അതിനകത്ത് ഇനിയും വരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഓരോ ദേശത്തെയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ദേശങ്ങളിലായിരുന്നു തന്ത്രത്തിൻ്റെ ഒരു വളർച്ച കിടന്നിരുന്നത് എന്നുള്ളതും ആ ദേശത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും ആ ദേശത്തിൻ്റെ ഒരു കൾച്ചർ നമുക്ക് മനസ്സിലാക്കുകയും വേണം. റിലീജിയസ് ഹിസ്റ്റോറിയൻസ് പറയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഇൻഡോളജിസ്റ്റുകളൊക്കെ പറയുന്ന കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ ദേശത്തുള്ള ശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്ത്രശാസ്ത്രത്തിന് എപ്പോഴും ഈസോട്ടെറിക്കായിട്ടും എക്സോട്ടെറിക്കായിട്ടും ഉള്ള പ്രാക്ടീസുകൾ എന്നും നിലനിന്നിരുന്നു. അതിപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ടായിരുന്നു, എന്നും നിലനിൽക്കുകയും ചെയ്യും, ഇനി ഉണ്ടാവുകയും ചെയ്യും. ബാഹ്യമായിട്ടുള്ള ആരാധനകൾ നടക്കുന്ന സമയത്ത് അതുപോലെ തന്നെ വളരെ രഹസ്യമായിട്ടുള്ള ഒരുപാട് ആരാധനകൾ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഒരു ദേശത്തിനനുസരിച്ചുള്ളൊരു കൾട്ടിനപ്പുറമായിട്ട് തത്വബോധത്തോടൊപ്പം തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യുന്നു. അപ്പം അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടി നോക്കുമ്പോഴത്തേക്ക് തന്ത്ര ഡിവിഷനെ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പുറമേയും ആന്തരികവുമായിട്ടുള്ള, അതായത് ഈസോട്ടെറിക്കും എക്സോട്ടെറിക്കുമായിട്ടുള്ള ഒരു കൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ തന്ത്രത്തെ ഏറ്റവും അടുത്ത സമയത്തുള്ള ഗ്രന്ഥങ്ങളിൽ കാണുന്ന ഒരു 7 ഡിവിഷൻ നമുക്ക് പറയാം. അത് ഒന്നാമത്തത് ശൈവം,
രണ്ടാമത്തേത് ശാക്തേയം, മൂന്നാമത്തേത് വൈഷ്ണവം, നാലാമത്തേത് ഗാണപത്യം, അഞ്ചാമത്തേത് ഷൺമുഖം, ആറാമത്തേത് സൗരം എന്നും ഏഴാമത്തെ ശാസ്ത്രമെന്നും ശാസ്താവുമായിട്ട് ബന്ധപ്പെട്ട ഇത് ഇവിടുത്തെ ഗ്രന്ഥങ്ങളാണ് കൂടുതൽ ഒരു സൗത്ത് ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് കാണുന്നത്. പക്ഷേ നോർത്ത് ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള കുറച്ച് ഒരു 16-ാം നൂറ്റാണ്ട് 15-ാം നൂറ്റാണ്ടിലുള്ള ഗ്രന്ഥങ്ങളിൽ ബുദ്ധം എന്നാണ് കിടക്കുന്നത്. ബുദ്ധതന്ത്രത്തെക്കുറിച്ചാണ് കൂടുതലും ആ ഏരിയയിൽ പറയുന്നത്. അപ്പം ശൈവം, ശാക്തേയം, വൈഷ്ണവം, ഗാണപത്യം, ബുദ്ധം, സൗരം എന്നിങ്ങനെയും അതല്ലാതെ തെക്കൻ ദേശത്തുണ്ടായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ശൈവം, ശാക്തേയം, വൈഷ്ണവം, ഗാണപത്യം, ഷാൺമുഖം, ശാസ്ത്രം, സൗരം എന്നിങ്ങനെയുമാണ് കാണുന്നത്. അപ്പം അതിൽ പ്രധാനം ശൈവവും വൈഷ്ണവവുമാണ്. ശൈവ ഗ്രന്ഥങ്ങളെ ശൈവ രഹസ്യങ്ങളെന്നും വൈഷ്ണവ ഗ്രന്ഥങ്ങളെ അല്ലെങ്കിൽ വൈഷ്ണവ സമ്പ്രദായത്തെ വൈഷ്ണവ രഹസ്യങ്ങളെന്നുമാണ് പൊതുവിൽ പറയുന്നത്. ഈ ശൈവ രഹസ്യങ്ങളെ ആയിട്ട് ബേസ് ചെയ്തിട്ട് സിദ്ധാന്തങ്ങളെന്നും ആഗമങ്ങളെന്നും തന്ത്രം എന്ന് പറയുന്നതുമായിട്ടുള്ള അനവധി ഗ്രന്ഥങ്ങൾ ഉണ്ട്. ഈ വൈഷ്ണവ രഹസ്യങ്ങൾ കൈക്കൊണ്ട് വൈഖാനസ തന്ത്രമെന്നും പാഞ്ചരാത്രങ്ങളെന്നും ഒക്കെ ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ ആഗമങ്ങളെന്നും പറയുന്നുണ്ട്. അപ്പം ആഗമങ്ങൾ എന്ന് പറയുമ്പോൾ പൊതുവെ ശിവന്റെ മുഖത്ത് നിന്ന് വന്നതാണ് എന്നാണ് പറയുന്നത്. നിഗമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ മുഖത്ത് നിന്ന് വന്നതാണ്. എന്നാൽ നമ്മൾ തന്ത്രത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കുമ്പോൾ വൈഷ്ണവ ആഗമങ്ങൾ എന്ന് പറയുന്ന ഈ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം കൺഫ്യൂസ്ഡ് ആവരുത്. പക്ഷേ പൊതുവിൽ വൈഖാനസ തന്ത്രം എന്നും പാഞ്ചരാത്രങ്ങൾ എന്നും ഒക്കെയാണ് വൈഷ്ണവ തന്ത്രങ്ങളെ പറയുന്നത്. അതിനുള്ളിൽ ഈ പറഞ്ഞ പല സ്ഥലങ്ങളിലും വൈഷ്ണവ ആഗമങ്ങൾ എന്നൊക്കെ കാണുമ്പം ഇത് ശിവന്റെ മുഖത്തു നിന്ന് വന്നതല്ലേ ഇങ്ങനെയല്ലേ പറഞ്ഞതൊന്നും കൺഫ്യൂസ്ഡ് ആവരുത്. ചിലയിടങ്ങളിൽ ഈ തന്ത്രം എന്നുള്ള പേരും അതുപോലെ തന്നെ ഈ ആഗമങ്ങൾ എന്നുള്ള പേരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്. ഈ തന്ത്രം എന്നുള്ള പേര് പലപ്പോഴും വരാൻ ഉള്ളൊരു കാരണം എന്ന് പറയുന്നത് അത് ഉത്ഭവിച്ച് വന്നത് എന്നുള്ളൊരർത്ഥത്തിലും ഈ ആഗമങ്ങൾ എന്ന് പറയുന്നതും ആഗമിച്ച് വന്നത് എന്നുള്ളൊരർത്ഥത്തിലും അതിനൊരു ഓഥറില്ല. പ്ലസ് വേദം ഇവിടുന്നാണോ അനാദിയാണ് അതിലെ അറിവുകൾ എന്ന് പറയുന്ന പോലെ തന്നെ തന്ത്രം എന്ന് ഇവിടെ ഈ ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു ഓഥറില്ല. അത് പറയുന്ന ആള് ഇത് ഇന്ന തന്ത്രഗ്രന്ഥമാണെന്ന് പറയുന്ന ആൾ അത് ക്രോഡീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വൈഷ്ണവ കൾട്ടും അതിലെ ശൈവ കൾട്ടും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വിശാലമായിട്ടുള്ള ഒരു താന്ത്രിക് സെക്റ്റ് എന്ന് പറയുന്നത് ശാക്തേയമാണ്. ശാക്തേയം പല തരത്തിലുണ്ട്. ഒരുപാട് കൗള ഗ്രന്ഥങ്ങൾ കുലാചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനവധി ഗ്രന്ഥങ്ങൾ ഓരോ ദേശം ബേസ് ചെയ്ത് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വംഗദേശങ്ങളിലെ തന്ത്രത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ശാക്തേയ ആരാധനകളുടെ പല വ്യത്യസ്തങ്ങളായിട്ടുള്ള വളരെ ഇലാബറേറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ മുൻപ് പറഞ്ഞിട്ടുള്ള 7 കാറ്റഗറിയിൽ പെടുന്ന ശൈവം, വൈഷ്ണവം, ശാക്തേയം, ഗാണപത്യം, ബൗദ്ധം, സൗരം, ഷാൺമുഖം അല്ലെങ്കിൽ ബൗദ്ധത്തിന് പകരം ശാസ്ത്രം, ഈ പറയുന്ന കാറ്റഗറിയിൽ ഈ പറയുന്ന കൾട്ടുകളുടെ ഭാഗമായിട്ട് പിന്നെയും പ്രസ്ഥാനഭേദങ്ങളും ആചാരഭേദങ്ങളും ഓരോ ആചാര്യന്മാരുടെ പരമ്പരകൾക്കനുസരിച്ച് വേറെ ഭേദങ്ങളും ഒരുപാട് തന്ത്രദർശനങ്ങളുള്ളതിൽ ഓരോ ദർശനങ്ങൾക്കും ഓരോ ആചാര്യന്മാരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളുമായിട്ട് വലിയൊരു വാസ്റ്റ് ഓഷനിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വിസ്തൃതവും അതിവൈശിഷ്ടവും എന്നാൽ ആഴത്തിൽ പഠനം വേണ്ടതുമായിട്ടുള്ള, പഠനമില്ലെങ്കിൽ കൺഫ്യൂഷ്ഡായി പോകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിതാ ശരി എന്ന് പറഞ്ഞ് അത് വാദിക്കും. ഞങ്ങൾ ഇതാണ് ഫോളോ ചെയ്യുന്നത്, അതുകൊണ്ട് ഇതാണ് ശരി, ബാക്കിയൊന്നും തെറ്റാ എന്ന് പറയും. അപ്പം ഇത് പറയുന്നവർ ഇത് തെറ്റാന്ന് പറയും. അപ്പം അവരവർക്ക് അതാണ് ശരി, പക്ഷേ എതിർക്കാൻ ഇതില്ല. കാരണം എന്ന് വെച്ചാൽ അതിന് അതേ ഋഷിമാരുടെ തന്നെ പ്രമാണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പഠിച്ചില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ അറിവില്ലായ്മയിൽ നിന്നും തർക്കങ്ങളുണ്ടാവും. തർക്കങ്ങളിൽ നിന്നും സ്വാഭാവികമായിട്ടും ഫ്രിക്ഷനിൽ നിന്നും എന്താണ് ഉണ്ടാവുന്നത്,
അവൻ്റെ ഔട്ട്പുട്ട് എന്താണെന്ന് നോക്കാമെന്നുള്ളൂ. ഇപ്പം തന്ത്രശാസ്ത്രത്തിൽ തന്നെ നമ്മൾ തത്വത്തെക്കുറിച്ച് പറയുമ്പോൾ 36 തത്വങ്ങളെക്കുറിച്ച് പറയുന്ന ശൈവ സമ്പ്രദായ ഗ്രന്ഥങ്ങൾ പഠിക്കുമ്പം നമുക്ക് അതിലെ ആചാര്യന്മാർ പറയുന്നത് തന്നെ നോക്കാം. അതായത് ബുദ്ധിതത്വത്തിന് അപ്പുറമായിട്ടുള്ള കലാതത്വത്തിന് മുകളിലേക്കുള്ള വിഷയമെല്ലാം തർക്കിക്കാനേ ഉള്ളതല്ല. തർക്കിച്ചാൽ മനസ്സിലാവില്ല. ബുദ്ധിതത്വം വരെയുള്ള വിഷയമേ ഉള്ളൂ നമുക്ക് മനസ്സിലാവുന്നത്. ബാക്കിയുള്ളതിൽ അനുഭവം കൊണ്ട് തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ തർക്കിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരാജയപ്പെട്ടു പോകുമെന്ന് അതിൻ്റെ തന്നെ ആചാര്യന്മാർ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാരതവർഷത്തിൻ്റെ അനേകായിരം നൂറ്റാണ്ടുകളുടെ അനേകായിരം സാധകരുടെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെ അറിയുമ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു വഴിയിലൂടെ പോകുമ്പം അതിൻ്റെ സബ്ജക്റ്റ് മാത്രം പഠിക്കുകയും ബാക്കിയുള്ള വിഷയങ്ങളെ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്യാൻ നമുക്ക് ഒരുപാട് സാധിക്കുകയും ചെയ്യും. ഇപ്പോൾ അതുകൊണ്ട് ഇന്നതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് പറഞ്ഞത് ഞങ്ങളുടെ പക്ഷം ഇതാണ്, ഞങ്ങളുടെ ആചാരം ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ആ താന്ത്രികരുടെ ഇടയിൽ തന്നെ തമ്മിലടി ഒരുപാടുണ്ട്. അപ്പോൾ ഈ തമ്മിലടി മാറാൻ വേണ്ടിയിട്ട് ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നേ ഉള്ളൂ. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് ഇതിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇൻഡോളജിസ്റ്റുകളുടെ കാഴ്ചപ്പാടുകളിലൂടെ ഒന്ന് പോകാം. റിലീജിയസ് ഹിസ്റ്റോറിയൻസ് തന്ത്രശാസ്ത്രത്തെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നോട്ട് ഒന്ന് നോക്കിയിട്ട് പോകാം. ഇപ്പം ഓരോ ദേശത്തിനനുസരിച്ച് തന്ത്രം വളർന്ന് വികസിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. അതാത് ദേശത്തെ കൾച്ചറുമായിട്ടും അവിടുത്തെ സാഹചര്യങ്ങളും സംസ്കാരങ്ങളും ആ കാലദേശങ്ങൾക്കനുസരിച്ച് ഇവോൾവ്ഡ് ആയിട്ടാണ് തന്ത്രം പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പം റിലീജിയസ് ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ ഇൻഡോളജിസ്റ്റുകളുടെയൊക്കെ കുറേ കാര്യങ്ങൾ, കുറേ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ആ ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം ഈ ദേശങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണ്ടേ. ഭാരതം എത്ര വിസ്തൃതമായിരുന്നു എന്നുള്ളതും ഓരോ ദേശങ്ങൾക്കും എന്തൊക്കെ പ്രാധാന്യമായിരുന്നു ഉണ്ടായിരുന്നെന്നും ഏതൊക്കെയാണ് ആ ദേശഭേദമെന്നും മനസ്സിലാക്കിയാൽ ആ ദേശത്തിനനുസരിച്ച് എങ്ങനെയാണ് ഇതൊക്കെ ഇവോൾവ്ഡ് ആയിട്ട് വന്നതെന്നുള്ളതും കൂടെ നമുക്കൊന്ന് പഠിക്കാം. ആഗമരഹസ്യങ്ങളാവുന്ന ദേശവും ദേശത്തിൻ്റെ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇനി അടുത്ത് മുന്നോട്ട് പോകുന്നത്. ഈ 1-2 എപ്പിസോഡുകൾ കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ്. ചിലപ്പോൾ ബോറടിക്കും, പക്ഷേ ഇത് ശ്രദ്ധയോടിരുന്ന് പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഇനി അങ്ങോട്ട് വരുന്നൊരു 3-4 എപ്പിസോഡുകൾ തന്ത്രശാസ്ത്രത്തിൻ്റെ വളരെ കുറച്ചുകൂടി ഒരു കടുപ്പത്തിലേക്ക് പോകുന്നൊരു സ്ഥലമാണ്. അതിനുശേഷം നമുക്ക് തിരിച്ച് ഒരു നോർമൽ ലെവലിലേക്ക് കൊണ്ടുപോകാൻ മാക്സിമം നോക്കാം. അപ്പോൾ ഈ സമ്പ്രദായ ദേശവിഭാഗം, അതായത് സമ്പ്രദായ ദേശവിഭാഗത്തിനനുസരിച്ച് ഗ്രന്ഥങ്ങളിൽ പറയുന്ന ശ്ലോകങ്ങളുടെ അർത്ഥമാണ് പറയുന്നത്. അധികം ശ്ലോകം പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. ദേശവ്യവസ്ഥാം ദേവേശി കദ്യതേ ശൃണു സാമ്പ്രതം വൈദ്യനാഥ സമാരംഭ്യ എന്ന് തുടങ്ങുന്ന ഭാഗത്തു നിന്നും, അതായത് ദേശം സാമാന്യമായി പറഞ്ഞാൽ വൈദ്യനാഥൻ്റെ മണ്ണു മുതൽ തുടങ്ങി ഭുവനശാന്തം വരെ അംഗദേശം എന്ന് പറയുന്നു. രത്നാകരം തുടങ്ങി ബ്രഹ്മപുത്രാന്തം വരെ വംഗദേശം എന്ന് പറയുന്നു. ഈ വംഗദേശം അതുപോലെ തന്നെ ഗൗഡദേശം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇപ്പോൾ വംഗദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശും ഗൗഡദേശവും അത് തന്നെയാണ്. അതായത് ഗൗഡദേശവും വെസ്റ്റ് ബംഗാളിൻ്റെ ഒക്കെ ഭാഗം വരുന്നത് തന്നെയാണ്. അതായത് ഗുപ്ത എംപയറിന് മുൻപ് വരെ ഈ ദേശം ഒറ്റയ്ക്കുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് പലയിടത്ത് ഗ്രന്ഥങ്ങളിൽ വരുമ്പോൾ ഇപ്പം ദശമഹാവിദ്യ തന്ത്രഗ്രന്ഥങ്ങൾ പലതും പറയുന്ന സമയത്ത് അല്ലെ പഠിക്കുന്ന സമയത്ത് ചിലയിടത്ത് വംഗദേശമെന്നും ചിലയിടത്ത് ഗൗഡദേശം എന്നും പറയും. ഇപ്പോൾ ആചാരങ്ങൾ ഏറ്റവും നല്ല ആചാരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാശ്മീര കേരള ഗൗഡദേശം എന്ന് ചിലയിടത്ത് കാണാം. ചിലപ്പോൾ ഈ ഗൗഡം എന്നുള്ള സ്ഥലത്ത് ഈ വാക്ക് വേറെ പക്ഷാന്തരമായിട്ട് വേറെ ഗൗഡം എന്ന് പറയുന്നതിന് പകരമായിട്ട് വംഗം എന്ന് കാണും. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. അതായത് ഈ പറഞ്ഞ ഗുപ്ത എംപയറിന് മുൻപേ ഇത് ഒറ്റയ്ക്കുള്ളൊരു സ്ഥലമായിരുന്നു. ഗുപ്ത എംപയറിന് ശേഷം ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 2 സ്ഥലമായിരുന്നു എന്നും പറയപ്പെടുന്നു. റിലീജിയസ് ഹിസ്റ്റോറിയൻസ് പറയുന്നു വംഗദേശവും അതുപോലെ തന്നെ ഗൗഡദേശവും. ഈ ദേശത്തിന് വേറൊരു പേരും പറയുന്നുണ്ട്, സിദ്ധദേശം. സിദ്ധന്മാരുടെ ഒരു സ്ഥലമായിരുന്നു ഇത്. അതുപോലെ തന്നെ ജഗന്നാഥൻ്റെ പൂർവ്വഭാഗം മുതൽ പുരി ജഗന്നാഥൻ്റെ പൂർവ്വഭാഗം മുതൽ കൃഷ്ണയുടെ തീരം വരെ കലിംഗദേശ എന്ന് അറിയപ്പെടുന്നു. അത് വാമമാർഗികളുടെ സ്ഥലമാണ്. വാമാചാരം കൂട്ടിക്കൊണ്ട് നിന്നിരുന്നത് ഇപ്പോഴും വാമാചാരികൾ ധാരാളമായിട്ടുള്ളതും അതുപോലെ തന്നെ അഹാടകളുടെ പല സമ്പ്രദായത്തിൽപ്പെട്ടവർ
രഹസ്യമായി താമസിക്കുന്നതുമൊക്കെ ഈ ഏരിയയിലാണ് എന്നാണ് പറയുന്നത്. കലിംഗം തുടങ്ങി 85 യോജന ദക്ഷിണ ഭാഗം കലിംഗം എന്ന് പറയുന്ന ദേശമാണ്, കലിംഗദേശം എന്ന് പറയും. സുബ്രഹ്മണ്യം തുടങ്ങി ജനാർദ്ദനൻ വരെ കേരളദേശം അഥവാ സിദ്ധ കേരളം എന്ന് പറയും. കേരളം 3 തരത്തിലുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കേരളം ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കേരളം 3 തരത്തിലുണ്ട്. ഈ 3 തരത്തിൽ ഒരു കേരളത്തിൻ്റെ അധിപനായിരുന്നു, രാജാവായിരുന്നു ഈ പറയുന്ന മഹാബലി എന്ന് പറയുന്നത്. അത് പക്ഷേ നമ്മൾ പറയുന്ന നമ്മുടെ കേരളം വാസ്തവത്തിൽ സിദ്ധകേരളമല്ല. അത് സുബ്രഹ്മണ്യം തുടങ്ങി ജനാർദ്ദനം വരെയുള്ള കേരളദേശം അഥവാ സിദ്ധകേരളമെന്നും, രാമേശ്വരം മുതൽ വെങ്കടാദേശം വരെയുള്ളത് ഹംസകേരളമെന്നും, അനന്തശൈലം മുതൽ കാണപ്പെടുന്നത് സർവേശം എന്ന് വിളിക്കുന്ന കേരളവുമാണ്. ശാരദാമഠം മുതൽ കുങ്കുമാദ്രി തടം വരെയുള്ള 500 യോജന പര്യന്തമുള്ളതിനെ കാശ്മീരദേശം എന്ന് വിളിക്കും. ശാരദാമഠം സരസ്വതിയുടെ മണ്ണാണത്. അപ്പം ഈ ദേശം, കാശ്മീര ദേശം, പൊതുവെ പണ്ട് കാലത്തും എപ്പോഴും കുറേ സംഘർഷമൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ പോലും, നമ്മൾ ഇന്നത്തെ കാശ്മീരല്ല കേട്ടോ, കാശ്മീർ ദേശം ഈ പറഞ്ഞ സ്ഥലം നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവും. ശാരദാമഠം മുതൽ കുങ്കുമാദ്രി തടം വരെയുള്ള ഈ ഒരു സ്ഥലത്ത് എന്നും ഫിലോസഫേഴ്സും ഒരുപാട് അറിവുകളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഏത് കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ സംഘർഷങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ ഈ പറയുന്ന കാളിദാസ കൃതികളിലൊക്കെ ഈ ഒരു ദേശത്തിനൊരു വർണ്ണന വല്ലാണ്ട് വന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ കാലേശ്വരം, ശ്വേതഗിരി, ത്രൈപുരം, നീലപർവ്വതം, ഗണേശഗിരിയുടെ മൂർധാവ് വരെയുള്ള ദേശമാണ് കാമരൂപം എന്ന് പറയുന്ന ദേശം. മാന്ത്രികരുടെ ദേശമാണ്. ഇത് ആസാമിലാണ്. അതായത് ഇന്ന് കാമാക്കി നിൽക്കുന്നത് കാമരൂപിലാണ്. അതുപോലെ ത്രിപഞ്ചകം തുടങ്ങി മധ്യഭാഗ ദേശത്തെ ഉജ്ജയിനി എന്ന് വിളിക്കുന്നു. അതേപോലെ മാർജാര തീർത്ഥം തുടങ്ങി കോലാപുര ദേശത്തെയും ഉൾപ്പെടുത്തി മഹാരാഷ്ട്ര എന്നും വിളിക്കുന്നു. ജഗന്നാഥന്റെ ഊർധ്വഭാഗം തുടങ്ങി ശ്രീഭൂമരാത്മിക വരെയുള്ള അതാണ് ആന്ധ്ര എന്ന് പറയുന്ന ദേശം. കൊങ്കണിൻ്റെ പശ്ചിമതീർത്ഥം മുതൽ സമുദ്രപ്രാന്തം കാണുന്നത് വരെയുള്ള ഹിംഗുലാജാന്തകമായിട്ടുള്ള 10 യോജന ദേശത്തെ സൗരാഷ്ട്രം അഥവാ ഗർജര ദേശമെന്നും വിളിക്കുന്നു. ശ്രീശൈലം തുടങ്ങി ചോലദേശത്തിൻ്റെ മധ്യഭാഗം വരെ തൈലുംഗദേശം എന്ന് വിളിക്കുന്നു. ഇന്നത്തെ തെലുങ്ക് ദേശം. അതാണ് ധ്യാനിക്കുന്നവരുടെ സ്ഥലം എന്ന് പറയുന്നത്. അധ്യയന തൽപരരുടെ സ്ഥലമാണ് തൈലുംഗദേശം. ആ ഒരു തെലുങ്ക് ദേശം വരുന്ന സ്ഥലത്ത് ധാരാളം സിദ്ധന്മാരുണ്ടായിരുന്നു. ഇന്നുമുണ്ട്, പണ്ടും ഉണ്ടായിരുന്നു. അതിനെ പഠിക്കാൻ നിങ്ങൾക്ക് വിട്ടും തരുന്നു. സുരാംബിക മുതൽ മലയാദ്യാന്തം വരെയുള്ള അതുമായിട്ടുള്ളതാണ് മലയാള ദേശം എന്ന് പറയുന്നത്. മലയജന്മാരുടെ സ്ഥലം. ഈ ദേശത്തെ മന്ത്രസിദ്ധ പ്രവർത്തകരുടെ ദേശമായിട്ടും പറയുന്നു നമ്മുടെ മലയാള ദേശം. ഇവിടെ മാന്ത്രികർ ധാരാളമായിട്ട്, മന്ത്രസിദ്ധർ, മന്ത്രത്തിൽ സാധന ചെയ്ത് സിദ്ധി വന്നിട്ടുള്ള അനവധി പേരുടെ ദേശമാണ്. അതുപോലെ തന്നെ എല്ലാ സമ്പ്രദായങ്ങളും വന്ന്, എല്ലാ അറിവുകളും വന്ന് ഈ ഭാരതത്തിൻ്റെ ഈ വാലറ്റത്ത് ഈ കേരളം എന്ന് പറയുന്ന ദേശത്തിൽ നിന്നിരുന്നു. ഈ കാശ്മീര ശൈവ സമ്പ്രദായത്തിൽപ്പെട്ട പല താളിയോലകളും അതിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻസും മലയാളത്തിൽ 18-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിലുണ്ടായിരുന്ന പല ഗ്രന്ഥങ്ങളും കേരളത്തിലുണ്ടെന്നും. അപ്പം കാശ്മീരിൽ ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം അപ്പോൾ കേരളത്തിൽ ആ കാലഘട്ടത്തിൽ എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കണം. അപ്പം എല്ലാ ഇതിൽപ്പെട്ട പ്രദേശം മഹാവിദ്യാ സമ്പ്രദായത്തിൽ പെടുന്ന ഇപ്പോൾ അംഗദേശത്തിലുണ്ടായിരുന്ന താന്ത്രിക സമ്പ്രദായങ്ങളാണെങ്കിലും കാശ്മീര ദേശത്തിലുണ്ടായിരുന്നാണെങ്കിലും മറ്റ് പല ദേശങ്ങളിലുള്ള സമ്പ്രദായങ്ങളും കേരളത്തിലേക്ക് വന്നിരുന്നു, കേരളത്തിൽ ഉണ്ടായിരുന്നു, നിലനിന്നിരുന്നു. അതിൽ സിദ്ധി വന്നിട്ടുള്ള, അതിൽ മന്ത്രസമ്പ്രദായത്തിൽ സിദ്ധി വന്നിട്ടുള്ള അനേക ആൾക്കാരും അന്നും ഇന്നും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൂർവികർ അത്ര മോശക്കാരൊന്നും അല്ല കേട്ടോ. അതുപോലെ തന്നെ രാമനാഥം തുടങ്ങി ശ്രീരംഗത്തിൻ്റെ അന്തം വരെയുള്ള സ്ഥലത്തെ കർണാടക ദേശം എന്നും വിളിക്കുന്നു. സാമ്രാജ്യ ഭോഗത്തെ പ്രദാനം ചെയ്യുന്ന താമ്രപർണി തുടങ്ങി ശൈർദശിഖിരത്തിൻ്റെ ഊർധ്വം വരെയുള്ള കാളികാദേവി സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് അവന്തി. ഭദ്രകാളി പർവ്വത്തിലും പശ്ചിമ ഭാഗത്ത് രാമദുർഗവും വൈദർഭ്യവും സ്ഥിതി ചെയ്യുന്നതുമായ ദേശമാണ് ശ്രീ വിദർഭ എന്ന് പറയുന്നത്. ഗർജര ദേശത്തിൻ്റെ പൂർവ്വഭാഗത്ത് ദ്വാരക വരെയുള്ള ദക്ഷിണ ഭാഗത്തെ മരുദേശം എന്നും ശ്രീ
കൊങ്കണദേശത്തിൻ്റെ അധോഭാഗത്ത് തുടങ്ങി പശ്ചിമം വരെയുള്ള ദേശമാണ് ആഭീരദേശം. ഇതിനെ വിന്ധ്യാശൈലം എന്ന് വിളിക്കുന്നു. കൊങ്കൺ ഭാഗങ്ങൾ. ആവന്തിയുടെ പൂർവ്വഭാഗം തുടങ്ങി ഗോദാവരി വരെയുള്ള ഉത്തരഭാഗം മാളവ എന്ന പ്രസിദ്ധ ദേശമാണ്. ദ്രാവിഡ തെലുങ്കാനയുടെ മധ്യഭാഗത്തിലുള്ള ദേശമാണ് ചോലദേശം അഥവാ ലംബകർണം എന്ന് പറയുന്ന ദേശം. കുരുക്ഷേത്രയുടെ, മഹാഭാരതത്തിലൊക്കെ പറയുന്ന കുരുക്ഷേത്രയുടെ പശ്ചിമ ഭാഗത്തെയും അതുപോലെ അതിൻ്റെ ഉത്തരഭാഗത്തെയും ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഭാഗമായിട്ടും പറയുന്നു. ദശയോജന ദൂരത്തിൽ പാഞ്ചാല ദേശം എന്ന് വിളിക്കുന്നു. പാഞ്ചാലം തുടങ്ങി മ്ലേച്ഛത്തിൻ്റെ ദക്ഷിണ പൂർവ ഭാഗദേശമാണ് കാംബോജം എന്ന് പറയുന്ന ദേശം. വൈദർഭാദേശത്തിന്റെ ഊർധവും തുടങ്ങി ഇന്ദ്രപ്രസ്ഥത്തിന്റെ ദക്ഷിണവും അതുപോലെ മരുദേശത്തിന്റെ പൂർവ്വഭാഗവുമാണ് വിരാട രാജധാനി എന്ന് പറയുന്നത്. കാംബോജത്തിന്റെ ദക്ഷിണവും ഇന്ദ്രപ്രസ്ഥത്തിന്റെ പശ്ചിമ ഭാഗവുമായ ദേശമാണ് പാണ്ഡ്യദേശം എന്ന് പറയുന്ന സ്ഥലം. ഗണ്ഡകീതീരം തുടങ്ങി ചമ്പാരണ്യത്തിന്റെ അവസാനം വരെയുള്ളതിനെ വിദേഹ എന്ന് വിളിക്കുന്ന ദേശമാണ്. കാംബോജൻ തുടങ്ങി മഹാമ്ലേച്ഛയുടെ പൂർവ്വഭാഗമാണ് വന്നീകദേശം എന്ന് പറയുന്നത്. തപ്തകുണ്ടം തുടങ്ങി രാമക്ഷേത്രം വരെയുള്ളത് കിരാതദേശം എന്നും, കിരാതം തുടങ്ങി ഹിങ്കുലത്തിന്റെ അവസാനം വരെയുള്ളതിനെ മുൽത്തനാദേശം എന്നും, ഇങ്ങനെ തുടങ്ങി വളരെ വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോയിട്ട് മരുദേശത്തിന്റെ പൂർവ്വഭാഗവും കാമാതിരിയുടെ ദക്ഷിണഭാഗവും ചേർന്നതാണ് സിംഹളാദേശം എന്നും. സിംഹളാദേശം ശിലാഹട്ടയുടെ പൂർവ്വഭാഗവും കാമരൂപിന്റെ ഉത്തരഭാഗവും ചേർന്ന പൂലന്ത്രി എന്നും, ഗണേശ്വരത്തിന്റെ പൂർവ്വഭാഗവും സമുദ്രത്തിന്റെ ഉത്തരഭാഗവും ചേർന്നാണ് കച്ചദേശമെന്നും. ഇങ്ങനെ വൈരാടത്തിന്റെയും പാണ്ഡ്യന്റെയും മധ്യഭാഗത്ത് പൂർവ്വ ദക്ഷിണ ക്രമത്തിൽ ഉള്ളതിനെ മദ്രദേശമെന്നും വിളിക്കുന്നു. ശൂരസേനത്തിന്റെ പൂർവ്വഭാഗവും ഗണ്ഡകിയുടെ പശ്ചിമവും ചേർന്നതാണ് സൗവീരദേശം എന്നും, ലങ്കാ പ്രദേശം തുടങ്ങി മക്ക പര്യന്തമുള്ള സൈന്ധവം എന്നും അറിയപ്പെട്ടു. ഇപ്രകാരം ദേശത്തെ ആഗമരഹസ്യങ്ങളിൽ പറയുന്നു. അതായത് ഈ സൗത്ത് ഏഷ്യ മുഴുവൻ, അതായത് ഇന്ന് പറയുന്ന അറബിക് നാടുകളിലെ പൂർവ്വകാലങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ലങ്ക മുതൽ ഇങ്ങോട്ട് സൗത്ത് ഏഷ്യയുടെ മുഖ്യ ഭാഗങ്ങളിലുമെല്ലാം അതാത് ദേശങ്ങളിൽ ആചാരങ്ങൾ നടന്നിരുന്നതായിട്ട് റിലീജിയസ് ഹിസ്റ്റോറിയൻസിൻ്റെ കണ്ടെത്തലുകളുണ്ട്. അതിൽ കാശ്മീരി ശൈവ സമ്പ്രദായത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് അലക്സിയ സാൻഡേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് കണ്ടെത്തലുകൾ നമുക്കവിടെ കോട്ട് ചെയ്ത് പറയാം. അപ്പം ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ ദേശങ്ങൾക്കനുസരിച്ച് ഒരുപാട് സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം തന്ത്രം തന്നെ പറയുന്നുണ്ട്, ഏറ്റവും സമ്പ്രദായ വിവേചനത്തിൽ ഏറ്റവും ഉത്തമമായ സമ്പ്രദായം എന്താണ് എന്ന് ശിഷ്യന്മാർ ചോദിക്കുമ്പം ആചാര്യൻ പറയുന്നത്, കേരളാശ്ചൈവ കാശ്മീരോ ഗൗഡശ്ചൈവ തൃതീയക സമ്പ്രദായത്രയം പ്രോക്തം സർവസിദ്ധിപ്രദായകം. അതായത് കേരളാശ്ചൈവ കാശ്മീരോ, കേരള സമ്പ്രദായവും അതുപോലെ തന്നെ കാശ്മീര സമ്പ്രദായവും ഗൗഡ സമ്പ്രദായവും ആയിട്ടുള്ള മൂന്ന് സമ്പ്രദായങ്ങൾ, ഈ മൂന്ന് സമ്പ്രദായങ്ങൾ ധർമാർത്ഥ കാമമോക്ഷത്തെ സർവസിദ്ധിയും തരാൻ തയ്യാറായിട്ടുള്ളതാണ്. അപ്പം ഇത്രയും ദേശങ്ങളിലെ പല ആചാരങ്ങൾ ഉണ്ടായിട്ടും പലതും രഹസ്യങ്ങളായി മാത്രം നിന്നിട്ടും എന്തുകൊണ്ടാണ് കാശ്മീര സമ്പ്രദായമായാലും വംഗദേശത്തിലുള്ള വെസ്റ്റ് ബംഗാൾ ഭാഗത്തുണ്ടായിട്ടുള്ള ശാക്തേയ സമ്പ്രദായമായാലും കേരളദേശത്തിലെ തന്ത്രം എന്താണ് നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മുന്നേ പോയിട്ടുള്ള ആചാര്യന്മാർ തന്നെ ഗ്രന്ഥങ്ങളിൽ പറയുന്നു, നമ്മൾ ബാക്കിയുള്ളവരാണ്. അപ്പോൾ കേരളതന്ത്രവും കാശ്മീര തന്ത്രവും അതുപോലെ തന്നെ വംഗതന്ത്രവും, ഈ മൂന്ന് തന്ത്രവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതുകൊണ്ട് നമ്മൾ ഈ മൂന്ന് സബ്ജക്റ്റുകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയും. കേരളതന്ത്രത്തിൻ്റെ ഒരു ലെഗസി, അതെങ്ങനെയാണ് കേരള താന്ത്രിക് ലിറ്ററേച്ചറിൻ്റെ ഒരു കുറേ നൂറ്റാണ്ടുകളുടെ ഒരു പാരമ്പര്യം എങ്ങനെയാണ് അതങ്ങനെ വരുന്നത്. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും പുതുമയുള്ളതും ഒരുപാട് ഇവോൾവ്ഡ് ആയിട്ട് വന്നിട്ടുള്ളതും എല്ലാവരും ബഹുമാനിക്കുന്ന, എല്ലാ ദേശത്തിലുള്ളവരും ബഹുമാനിക്കുന്ന ആചാരവും കേരളാചാരമാണ്. കേരളാചാരത്തിന് ഒരു വളരെ പ്രത്യേകതയുണ്ട്.
എനിക്കൊന്നൊരു ശങ്കരാചാര്യരുടെ ഇൻഫ്ലുവൻസ് ഒക്കെ വന്നതുകൊണ്ടായിരിക്കാം പിന്നീട് അതിന് അത്രത്തോളം ഒരു പ്രചാരമുള്ളത്. അതുപോലെ തന്നെ അദ്വൈത സിദ്ധാന്തത്തിൽ ശിവാദ്വൈതവാദത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുമ്പോൾ ശൈവതന്ത്രങ്ങളും അതുപോലെ തന്നെ ശാക്തേയ ആയിട്ടുള്ള ദശമഹാവിദ്യകളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് വംഗതന്ത്രത്തെക്കുറിച്ചും ഒരു ഏരിയ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പഠിച്ച് അതിൻ്റെ ഗ്രന്ഥങ്ങളും അതിൻ്റെ റിസർച്ച് പേപ്പറുകളും ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ സ്കോളേഴ്സിൻ്റെ ഒക്കെ പേപ്പറുകളും കിട്ടാവുന്ന വെബ്സൈറ്റുകളും ഒക്കെ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ളതുമെല്ലാം ഞാൻ പറഞ്ഞുതരാം. പിന്നെ അത് കുറച്ച് പഠിച്ചാൽ മതിയല്ലോ നിങ്ങൾക്ക്, അത് കുറച്ച് അന്വേഷിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു റിലീജിയസ് ഹിസ്റ്റോറിയൻസിൻ്റെ സൈഡിലൂടെ ഇതൊക്കെ പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ടും തന്ത്രഗ്രന്ഥങ്ങളെ കോട്ട് ചെയ്ത് ഇതൊക്കെ പറയുമ്പോഴും കുറേ ആൾക്കാർക്ക് ഇതൊക്കെ ഉള്ളതാണോ അതോ പിന്നീടൊക്കെ ചമച്ചതാണോ എന്നൊക്കെ ഒരു സംശയം വരാം. അപ്പോൾ ഇതിന് എത്രത്തോളം പഴക്കമുണ്ടെന്നുള്ളത് നമുക്ക് ഹ്യൂമൻ ഹിസ്റ്റോറിക്കലായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ആർക്കിയോളജിസ്റ്റുകളുടെ ഒരു കണ്ണിലൂടെ ഇതിനെ ഒന്ന് കാണാം. അവരുടെ ഒരു കണ്ടെത്തലുകളിലൂടെ നമുക്ക് ഇതിനെ ഒന്ന് അന്വേഷിക്കാം. ഈ ഇന്നത്തെ ആർക്കിയോളജിക്കൽ സ്റ്റഡീസ് വെച്ചിട്ടും ഇത് വെച്ചിട്ടും ആഫ്രിക്കയിൽ നിന്നുമാണ് ആദ്യ മനുഷ്യൻ ഉണ്ടായതെന്നും അത് മൈഗ്രേറ്റ് ചെയ്ത് പഴയ ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരികയാണെന്നും ഓൾഡ് ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരികയാണെന്നും ആ ഏരിയയിൽ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻസും അതുപോലെ തന്നെ ഇൻഡസ് വാലി അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻസും ഇങ്ങനെ അനവധി സിവിലൈസേഷൻസുകളായിട്ട് മാറിയെന്നും ഒക്കെയാണ് നമ്മൾ കുറച്ച് കാലം മുമ്പ് വരെ ധരിച്ചു വെച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ ധരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം ഈ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്നുമാണ് ശരിക്കും ഒരു BCE 5000 വരെയാണ് ഹിന്ദുയിസത്തിൻ്റെ ഒരു പഴക്കം എന്ന് പറയുന്നത്. കാരണം അതിൽ നിന്ന് കിട്ടിയിട്ട ശൈവ കൾട്ടിൻ്റെ അല്ലെ ശൈവ കൾച്ചറിൻ്റെ ഈ നടരാജ വിഗ്രഹങ്ങളും അങ്ങനെയുള്ള അനവധി കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ വെബ്സൈറ്റിൽ നോക്കിയാലും ഒരു BCE 3000 പുറകിലോട്ട് ഹിന്ദു സബ്ജക്റ്റുകളെ, ഹിന്ദുവിൻ്റെ പഴക്കമല്ല ഹൈന്ദവ സമ്പ്രദായത്തിൻ്റെ സനാതനധർമ്മ വിഷയങ്ങളുടെ പഴക്കത്തെക്കുറിച്ച് പറയുന്നത് പൊതുവേ അങ്ങനെ കാണാറില്ല. പക്ഷെ അതിന് മുകളിലേക്ക് ആ വിഷയത്തെ കൂടുതൽ അന്വേഷിച്ച് പോകണമെങ്കിൽ നമ്മൾ ആർക്കിയോളജിസ്റ്റുകളുടെ ഇതിലേക്ക് കടന്നു പോകണം. ഈ അടുത്ത സമയത്ത് ഇറങ്ങിയ ഈ സാപ്പിയൻ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിട്ടുള്ള യുവൽ നോഹ ഹരാരി എന്ന് പറയുന്ന ആള് ഈ ബുക്ക് 21 ലെസൺസ് ഫോർ ദ 21st സെഞ്ച്വറി എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ ഇദ്ദേഹം പറയുന്ന ഒരു അഭിപ്രായമുണ്ട്. എനിക്ക് ഭയങ്കര ഒരു സങ്കടവും തോന്നി. പിന്നെ ഇവർ ഈ എന്താ ഇങ്ങനെ പറയുന്നതെന്നുള്ളതും കൂടെ ഒരു അന്വേഷണം എനിക്കുണ്ടായി. അപ്പം ഇവർ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർ ഞങ്ങളുടെ സംസ്കാരമാണ് വലുത് എന്ന് പറഞ്ഞ് ഇമോഷണലിയാണ് പറയുന്നത്. ഈജിപ്തിൽ ചെന്നാൽ ഈജിപ്തുകാരുടെ സംസ്കാരമാണ് വലുത് എന്ന് പറയും. ഗ്രീസിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും അവരുടെയാണ്. പക്ഷേ നമ്മൾ ശരിക്കും ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുകയും അതിനെക്കുറിച്ച് പോയിട്ടുള്ള സ്കോളേഴ്സിൻ്റെ അടുത്ത് ഈ സബ്ജക്റ്റുകളെക്കുറിച്ച് അന്വേഷിക്കും. അവരെല്ലാം ഇവരുടെ അഭിപ്രായങ്ങളെ തള്ളിക്കളയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സോഷ്യൽ മീഡിയയിലും അങ്ങനെയുള്ള ആൾക്കാരുമൊക്കെ കൂടുതൽ പറയുമ്പോൾ മാത്രമാണ് ഇവരെയൊക്കെ കോട്ട് ചെയ്യുന്നത്. ഈ യുവൽ നോഹ ഹരാരിയെയും അതേപോലെ തന്നെ ഏത്തിസ്റ്റുകളാണ് കൂടുതലും അദ്ദേഹത്തെ കോട്ട് ചെയ്യുന്നത്. ഈ പറഞ്ഞ വിപാസന മെഡിറ്റേഷനെ കുറിച്ചൊക്കെ പുള്ളി പറയുന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തെ കൂടുതലും കോട്ട് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ഏത്തിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ഉള്ളവരാണ്, അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്നവരാണ്. അത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഫോളോ ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗ്രഹാം ഹാൻകോക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടുതലും ഈ പുതിയൊരു മോഡേൺ ആൾക്കാർ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇവർ പറഞ്ഞതാണോ ശരി എന്നുള്ളത് അന്വേഷിക്കുമ്പം ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുന്ന ശരിക്കുള്ള ആർക്കിയോളജിസ്റ്റുകൾ ഇവരുടെ അഭിപ്രായത്തെ തള്ളിക്കളയുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന് കാരണം എന്ന് പറയുന്നത് അവർ ഇതിന് എവിഡൻസ് ഇല്ലാത്ത പല കാര്യങ്ങളുമാണ് ഈ പറയുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അവരതങ്ങനെ പറയുന്നത് എന്നുള്ളതും നമുക്ക് നോക്കാം. അവരിതിനെയൊക്കെ ആൾട്ടർനേറ്റീവ് തിയറി എന്നാണ് പറയുന്നത്. ഈ ആൾട്ടർനേറ്റീവ് തിയറികൾക്ക് ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിഡൻസ് ഉണ്ടാവത്തില്ല. അതിന് കാരണം അവർ പല കാര്യങ്ങളും പഠിക്കുമ്പം അവർക്കൊരു SOP ഉണ്ട്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. ആ ഒരു പ്രൊസീജിയറിനനുസരിച്ചാണ് ഇവരത് പഠിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2024 കാലയളവിൽ ആർക്കിയോളജിക്കൽ സാറ്റലൈറ്റ് ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള, ഇന്ന് വരെ ഭൂമിയിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ 10% താഴെയാണ് ആക്ച്വലി എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളത്, പൊക്കിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ പലതും ഒരു പ്രോപ്പർ എവിഡൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവരതിലേക്ക് പുറത്തേക്ക് വിടാത്തതുമാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഹരിയാനയിൽ പ്രീ ഹാരപ്പൻ ആയിട്ടുള്ള ഒരു സ്ഥലം എക്സ്കവേറ്റ് ചെയ്യുകയും BCE 7000 വരെയുള്ള
കാര്യങ്ങളുടെ എവിഡൻസ് കിട്ടുകയും ഹിന്ദുയിസമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതായത് BC 7000 വരെ പറയുന്ന സ്പിരിച്വൽ ഇന്നത്തെ ഹിന്ദുയിസം അല്ല, അന്നുണ്ടായിരുന്ന സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ, കൾട്ടുകൾ, ഓരോ ദേശത്തിനനുസരിച്ചുള്ള കൾട്ടുകൾ കിട്ടിയതായിട്ടും ആർക്കിയോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. മോഡേൺ ആർക്കിയോളജിസ്റ്റുകൾ ഈ 2023-24 കാലഘട്ടത്തിലാണ്. അത് ഹരിയാനയിലെ ഹിസാർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള റാക്കിഗിരി എന്ന് പറയുന്ന ഒരു ഏരിയ എക്സ്കവേറ്റ് ചെയ്തപ്പോഴാണ് ഈ ഒരു സംഭവം കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ ആർക്കിയോളജിക്കൽ സാറ്റലൈറ്റ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ആയിരക്കണക്കിന് സ്ഥലങ്ങളുണ്ട് ഇന്ത്യയിലും പുറത്തും, അങ്ങനെ പലതരത്തിലുമായിട്ട്. ഇതിലൊക്കെ തന്നെ ഒരു 10% താഴെ മാത്രമാണ് എക്സ്കവേറ്റ് ചെയ്തിട്ടുള്ളതും. ഇനി എക്സ്കവേറ്റ് ചെയ്ത് പല പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ അതിൻ്റെ ഒരു SOPയിലൂടെ പോയാൽ മാത്രമേ അവർക്കൊരു ഫൈനലായിട്ടുള്ളൊരു ഡിക്ലറേഷനിലേക്ക് ഇതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ എന്തായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇന്ന് ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും മാറിയേക്കാം. ഇതെല്ലാം മാറി മരണം, അങ്ങനെ മാറി വരണം. കാരണം ആൾക്കാർ പഠിക്കണം, പല കാര്യങ്ങൾ അറിയണം, എങ്ങനെയായിരുന്നു ഓരോ സിവിലൈസേഷൻസും ഉണ്ടായിരുന്നതെന്നും അറിയാനുള്ള അവസരം കിട്ടുന്നത് വളരെ നല്ലത് തന്നെയാണ്. അപ്പം ആൾക്കാർ ഒരു സംശയം വരുന്നത് ഇൻഡോളജിക്കൽ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ റിലീജിയസ് ഹിസ്റ്റോറിയൻസിൻ്റെ ഭാഗമായിട്ട് ഓരോ ദേശത്തിനനുസരിച്ചുള്ള കൾട്ടുകളെ, ആചാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നതാണോ പിന്നീട് ഉണ്ടായതാണോ, ഇതൊക്കെ വാസ്തവത്തിൽ ഇതൊക്കെ പുറത്തുനിന്ന് വന്നതല്ലേ എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരു ഹ്യൂമൻ ഹിസ്റ്ററിയെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ കുറച്ച് കാര്യങ്ങളിലൂടെ ഞാനിവിടെ സാന്ദർഭികവശാൽ പറഞ്ഞതും. എന്തായാലും വളരെ വിശദമായിട്ടുള്ളൊരു ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് നമ്മുടെ വിഷയം തന്ത്രശാസ്ത്രമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. എന്തായാലും ആർക്കിയോളജിസ്റ്റുകൾക്ക് അവരുടെ സൈഡിലൂടെ അവർ വളർന്ന് വികസിക്കട്ടെ, ഇൻഡോളജിസ്റ്റുകൾ അവരുടെ സൈഡിലൂടെയുള്ള റിസർച്ചുകൾ നടത്തി വളർന്ന് വികസിക്കട്ടെ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സ്കോളേഴ്സ് നമ്മുടെ താളിയോലകളിൽ കെട്ടിക്കിടക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ജർമ്മനിയിലും അതുപോലെ തന്നെ ഇന്ത്യയിലും നേപ്പാളിലും യൂറോപ്പിലും അൺനോട്ടീസ്ഡായിട്ട് കിടക്കുന്ന പല മാനുസ്ക്രിപ്റ്റുകളെയും ഡീകോഡ് ചെയ്ത് അവർ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല മാനുസ്ക്രിപ്റ്റുകളും പലതും അവർ ബ്രിങ് ഔട്ട് ചെയ്ത് ക്രിട്ടിക്കൽ എഡിഷനാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമയത്ത് എൻ്റെ അന്വേഷണത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ആൾക്കാർ പറഞ്ഞ ഒരു കാര്യം കൂടെ പറയാം. നേപ്പാളിൽ ഇന്നും ഒരുപാട് ഇന്ത്യ, നേപ്പാൾ, അതുപോലെ തന്നെ പല ജർമ്മൻ, അങ്ങനെ പല മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിലും ഒരുപാട് സാധനങ്ങൾ വെളിച്ചം കാത്ത് കിടപ്പുണ്ട്, ഒരുപാട് അറിവുകൾ വെളിച്ചം കാത്ത് കിടപ്പുണ്ട്. ഇന്ത്യയിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഫണ്ടിങ് വളരെ കുറവായിരുന്നു ഈ അടുത്ത കാലം വരെ. അത് ഇതിനെക്കുറിച്ച് പഠിച്ചവർ പറഞ്ഞൊരു കാര്യം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സുഹൃത്തുക്കളൊക്കെ പറയുന്നത്, നേപ്പാളി ഗവൺമെൻറ്റും അതുപോലെ തന്നെ ജർമ്മനിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1940 മുതൽ തന്നെ ഈ മാനുസ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങളെ ഡീകോഡ് ചെയ്യാൻ ഹ്യൂജ് ഫണ്ട് ജർമ്മൻ രാജ്യം ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഈ അടുത്ത കാലം വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ ഫണ്ടിങ് ഇല്ലായിരുന്നു. ഇത്രയും MNCs ഉള്ള ഈ സ്ഥലത്ത് ആരും അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടിട്ടില്ല. ടാറ്റ ഒഴികെ. ടാറ്റ മാത്രമാണ് ഇതിനു വേണ്ടിയിട്ട് കൾച്ചറൽ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും അത് പുറത്തേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ട് ധാരാളം ഫണ്ട് മുടക്കിയിട്ടുള്ളത്. മറ്റുള്ളവർ ചിലപ്പോൾ അതാത് സമയത്ത് കുറച്ച് പൈസ മുടക്കിയിട്ടുണ്ടെങ്കിലും അത് അവരുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി ഒരു മാർക്കറ്റിംഗ് പോലെ അവർ ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ ഈ അടുത്ത കുറച്ച് കാലമായിട്ട് ഇന്ത്യയുടെ പുതിയ ഭരണങ്ങളൊക്കെ വന്ന സമയത്ത്, കേന്ദ്രത്തിലെ ഭരണങ്ങളൊക്കെ വന്ന സമയത്ത് ഈ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഈ പറഞ്ഞ ഒരുപാട് മാനുസ്ക്രിപ്റ്റുകളെ ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് ഗവൺമെൻറ് മുടക്കുന്നുമുള്ള ഒരു നല്ല കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. എന്തൊക്കെ തന്നെയായാലും ഇതൊക്കെ നല്ലതായിട്ട് തന്നെ നടക്കട്ടെ. ഈ തലമുറയ്ക്ക് അതുപോലെ തന്നെ വരുന്ന തലമുറകൾക്ക് പഠിക്കാൻ പുതിയ കാര്യങ്ങൾ കിട്ടട്ടെ, പുതിയ അറിവുകൾ വരട്ടെ. അത് അവർക്ക് മുന്നോട്ടുള്ള യാത്രയിലും അതാത് കാലഘട്ടത്തിന് വേണ്ട ആവശ്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ അറിവുകളൊക്കെ കെട്ടിക്കിടക്കുകയായിരിക്കാം, അത് വരട്ടെ. പക്ഷെ നമ്മുടെ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു കൺഫ്യൂഷൻ മാറ്റേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടായിരിക്കും ഈജിപ്ഷ്യൻ കൾച്ചർ ഉണ്ടായിരുന്നു, പല തരത്തിലുള്ള സിവിലൈസേഷൻ ഉണ്ടായിരുന്നു, ഒരുപാട് തരത്തിലുള്ള പല സിവിലൈസേഷൻസും ഇന്ത്യയിലും പുറത്തുമൊക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അന്നും ആൾക്കാർ ഇന്ത്യയിലേക്ക് വന്നിരുന്നത് എന്ന്? അല്ലെങ്കിൽ ആ ഒരു സിവിലൈസേഷന് ശേഷം വന്നിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ, ഐസേജ് ഒക്കെ കഴിഞ്ഞ് വരുന്നൊരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഈ പറഞ്ഞ മാർക്കപ്പോളോയും അല്ലെങ്കിൽ പല ആൾക്കാരും ഇന്ത്യയെ തേടി വന്നത്? നമ്മുടെ ഭാഷയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്താണുള്ളത്? കോളനിയുടെ വൽക്കരണത്തോട് കൂടിയിട്ട് മിക്ക സംസ്കാരങ്ങളും അസ്തമിച്ചു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും വരെ ഒരു ബിസിനസ് ഹബ്ബായിട്ട് ഇന്ത്യ മാറുന്നു എന്നുള്ളതാണ്. അതാണ് അതിന് കാരണം. ഇവിടെ നിന്ന് ഇന്നും
ഒരുപാട് സ്പിരിച്വൽ മാസ്റ്റേഴ്സ് പുറത്ത് പോയിട്ട് മെഡിറ്റേഷനും അതും ഇതും മറ്റതും ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ നോക്കിക്കോളൂ. നമ്മൾ പലരെയും കുറ്റം പറയും, പല കാര്യങ്ങളുമാണ് പറയുന്നെങ്കിലും ഇവിടുന്ന് കേരളത്തിൻ്റെ ഇങ്ങേ അറ്റം മുതൽ ഇന്ത്യയുടെ അങ്ങേ അറ്റം വരെ ഉള്ള ഓരോ സ്ഥലങ്ങളും എടുത്തോളൂ. ഇവിടുന്ന് എന്തുമാത്രം സ്പിരിച്വൽ മാസ്റ്റേഴ്സാണ് പുറത്തേക്ക് പോകുന്നതും ഒരുപാട് പേർക്ക് സ്പിരിച്വാലിറ്റി ഇന്നും ഇവിടെ നിന്ന് പകർന്നു കൊടുക്കുന്നതും. പോട്ടെ, ബിസിനസ്സിൻ്റെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ വേൾഡിൽ, ഇന്നത്തെ വേൾഡിൽ ഏറ്റവും കൂടുതൽ എവല്യൂഷണറി ആയിട്ടുള്ള ഒരു കാര്യം ചെയ്ത ആളാണ് സ്റ്റീവ് ജോബ്സ്. എന്തുകൊണ്ടാണ് സ്റ്റീവ് ജോബ്സ് ഇന്ത്യയിൽ തേടി വന്നിരുന്നത്? ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, അറിയാമല്ലോ. പോട്ടെ, ഇപ്പോഴത്തെ മെറ്റ, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റ, ഫേസ്ബുക്ക് ഇതെല്ലാം നോക്കാത്ത ആൾക്കാരില്ല. അപ്പം മെറ്റയുടെ സുക്കൻബർഗ് ഇവരൊക്കെ എന്തുകൊണ്ട് ഇന്ത്യ അന്വേഷിച്ച് വരുന്നത്? എന്താണ് അന്നും പണ്ട് കാലങ്ങളിലും എന്തുകൊണ്ടായിരുന്നു അന്വേഷിച്ച് വന്നുകൊണ്ടിരുന്നത്? അതിന് മുമ്പുള്ള കാലങ്ങളിലും എന്തിനായിരുന്നു ഇവിടെ അന്വേഷിച്ച് വന്നുകൊണ്ടിരുന്നത്? ചിന്തിക്കുക. അതൊക്കെ ചിന്തിക്കാൻ നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു. ഇനി ഇത്രയും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും തന്ത്രത്തിൻ്റെ ദേശ അടിസ്ഥാനത്തിലുള്ള ഡിവിഷൻ ഇതിലേക്ക് പോവാം. ഇത്രയും വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓരോ ദേശത്തിനനുസരിച്ച് അനവധി സമ്പ്രദായങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും, ചിലത് നിലനിന്നിട്ടുണ്ട്, ചിലത് ഗ്രന്ഥങ്ങളിലായിട്ട് ഒതുങ്ങിയിട്ടുണ്ട്, ചിലത് വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിട്ടും ഉണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. അപ്പം ക്ലാസിഫിക്കേഷൻസും ഡിവിഷൻസും ഒക്കെ നമ്മൾ വീണ്ടും വീണ്ടും പറയുമ്പം ആ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പക്ഷേ ഈ ഗ്രന്ഥത്തിൽ ഇങ്ങനെയാണെന്ന് പറയുമ്പം ഉണ്ടാകുന്നൊരു കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട് വിശദമായിട്ട് ഈ ഓരോ സബ്ജക്റ്റുകളെ, ഈ ആർക്കിയോളജി വിഷയങ്ങളെ, ഇൻഡോളജിസ്റ്റുകളുടെ കാഴ്ചപ്പാടുകൾ, അവർ പലരുടെയും പല അഭിപ്രായങ്ങളൊക്കെ നമുക്ക് എടുത്ത് വേണമെങ്കിൽ പ്രമാണമായിട്ട് പറയാം. പക്ഷേ വിസ്താര ഭയം കൊണ്ടാണ് പറയാത്തത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻസ് പറയുമ്പോഴും ഡിവിഷനിൽ പറയുമ്പോഴും പല ഗ്രന്ഥങ്ങളിൽ പലത് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. അത് ചില ഗ്രന്ഥങ്ങളിൽ അങ്ങനെ ആയിരിക്കും എഴുതിയിട്ടുള്ളത്. അത് ഓരോ ദേശങ്ങൾക്കും ഓരോ കാലങ്ങൾക്കനുസരിച്ചുമായിരിക്കും അതിൻ്റെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം അത് നോക്കാനും. പിന്നെ അടുത്തൊരു ചോദ്യം വരാവുന്ന, ഇത്രയും വിശദമായിട്ടുള്ള ഇത്രയും വലിയൊരു ശാസ്ത്രം എന്തുകൊണ്ട് പുറക്കോട്ട് പോയി എന്നുള്ളത് ആണ്. ഒരു ഡാർക്ക് ഏജ് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഒരു BC 2000 ക്രൈസ്റ്റിന് പുറമോട്ടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് കുറച്ച് ഡാർക്ക് ഏജ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. തുറവൂർ വിശ്വംഭര സാറിൻ്റെ ഷഡ്ദർശനങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു വീഡിയോ സീരീസ് യൂട്യൂബിലുണ്ട്. നിങ്ങളത് നോക്കിയാൽ മനസ്സിലാവും. അദ്ദേഹം ഒരു വലിയ പണ്ഡിതനായിരുന്നു. മലയാളികൾ ഉപയോഗിക്കാതെ വിട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം, തുറവൂർ വിശ്വംഭര സാർ. അപ്പം അദ്ദേഹം ഷഡ്ദർശനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ബുദ്ധൻ വിഗ്രഹാരാധനകളെ ആക്ച്വലി എതിർക്കാൻ കാരണം വിഗ്രഹാരാധന ചെയ്യുന്ന ഒരു വൈദികന്മാരോടുള്ള ഒരു എതിർപ്പിലാണ് അദ്ദേഹം വിഗ്രഹാരാധനയെ മാറ്റിയത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ ബുദ്ധമതത്തിൻ്റെയൊക്കെ ഒരു വരവ്, അതിനുശേഷം വന്ന മറ്റു മതങ്ങളുടെ പ്രവേശനം, ഇതൊക്കെ കാരണം കൺസർവേറ്റീവ് സൊസൈറ്റിയുടെ ഒരു വരവ്, അതുപോലെ തന്നെ പേട്രിയാർക്ക്, അതുപോലെ മെയിൻ സ്ട്രീം ആയിട്ടുള്ളൊരു ബ്രാഹ്മണിക്കൽ പ്രീസ്റ്റ് കൾച്ചറിൻ്റെ ഒരു വരവ്, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് റിലീജിയസ് മൂവ്മെൻറ്റ്സ് ഇൻ പ്രീ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് റിലീജിയസ് മൂവ്മെൻറ്റ്സുകൾ, ആ കാലഘട്ടത്തിൽ നിന്നിരുന്നിട്ടുള്ള ഈ ക്ലാസ്, ക്രീഡ്, ജെൻഡർ, ഈ വിവേചനത്തിനെ ഒന്നും തന്നെ തന്ത്രം സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ പിന്നീട് വന്നാണ്. പല സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്തതും അതുപോലെ തന്നെ ദുരാചാരങ്ങളും ഒക്കെ പിന്നീട് വന്നാണ്. ഇപ്പം സതി നിർത്തലാക്കിയത് രാജാന മോൺട്രോയാന്ന് പറയും. ഭർത്താവ് മരിച്ചാൽ ഉടനെ ഭാര്യ ചാടി മരിക്കണം എന്നുള്ളായിരുന്നത് ഒരു ദുരാചാരമായിരുന്നു. ഇത് ഹിന്ദു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ അതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളായിരുന്നു ദശരഥൻ മരിച്ചപ്പോൾ ഭാര്യമാരാരും ചാടിച്ചത്തില്ലല്ലോ. അത് നമ്മൾ മഹാഭാരത കാലഘട്ടത്തിലും പറയുന്ന യുദ്ധത്തിൽ മരിക്കുന്നവരുടെ ഭാര്യമാരൊന്നും അങ്ങനെ ഇത്രയും സ്ത്രീകൾ വിധവയായിട്ട് ഉള്ള വിഷമത്തിലാണ് അശ്വമേധയാഗം നടത്തുന്നതെന്നൊരു ഭാഗം മഹാഭാരതത്തിൽ കാണാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ സ്ത്രീകളാരും ചാടി മരിച്ചിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതൊക്കെ പിന്നീടുണ്ടായതാണ്. അപ്പോൾ ഈ ഒരു ഡാർക്ക് ഏജിൽ ഉണ്ടായിട്ടുള്ള, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു സിനോഫോബിക് ആയിട്ടുള്ള ഈ ഡീപ്ലി മെയിൻ സ്ട്രീം ബ്രാഹ്മണിക്കൽ പ്രീസ്റ്റ് കൾച്ചറും അതുപോലെ തന്നെ ഒരു കൺസർവേറ്റീവ് സൊസൈറ്റീസും ഒക്കെ രാഷ്ട്രീയക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം തന്ത്രശാസ്ത്രത്തിൻ്റെ സർവൈവൽ കുറഞ്ഞു തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ തന്ത്രം ഈ വിഷയത്തിനെ ഒന്നും സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ രാഷ്ട്രീയ ഭരണാധികാരികൾക്ക് ഇതുകൊണ്ട് തന്ത്രം കൈകാര്യം ചെയ്യുന്നവരെ കൊണ്ട് ഉപയോഗമില്ലാതായി എന്നുള്ള. ഇന്നും തന്ത്രം കൈകാര്യം ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ
അവരുടെ ജാതീയപരമായിട്ടുള്ള ആ കാസ്റ്റ്, തന്ത്രം ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത ആ കാസ്റ്റ് സെക്റ്റിനെ അല്ലെ കാസ്റ്റ് കൾട്ടിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതും കൂടി ഒന്ന് നമുക്ക് ഇന്നും ചിന്തിക്കാവുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ തന്ത്രത്തിൻ്റെ ഈ സ്വതന്ത്രമായിട്ടുള്ള കാഴ്ചപ്പാടിനെ എതിർത്തുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഈ പൗരോഹിത്യ മതങ്ങളിലെ പല കാര്യങ്ങളും, അതുപോലെ തന്നെ പുറത്തുനിന്ന് വന്നിട്ടുള്ള മുസ്ലിം അധിനിവേശവും, അതുപോലെ തന്നെ എല്ലാത്തിനും ഉപരിയായിട്ട് ഹിന്ദുയിസ്റ്റ് ഗ്രന്ഥങ്ങൾ പല വെസ്റ്റേണേഴ്സും ബാർബേറിയന്മാരുടെ പുസ്തകങ്ങളാണെന്നും ഉള്ള മോഡേൺ ഫിലോസഫേഴ്സിൻ്റെ ബോധപൂർവമായിട്ടുള്ള പഠനവും അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊപ്പഗേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെയും അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ടൊക്കെ വന്നിട്ടുള്ള ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളും ഒക്കെ കൂടി ആയപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന സാധനം പുറമോട്ടങ്ങ് വലിഞ്ഞു. അപ്പോൾ ഇതിന് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ സപ്പോർട്ടും കൂടി വന്നിരുന്നു എന്നുള്ളതാണ്. പല ഫ്രീഡം ഫൈറ്റേഴ്സും നാഷണലിസ്റ്റുകളും ഈ ഗ്രന്ഥങ്ങളെയൊക്കെ എടുത്ത് മാറ്റണം എന്ന് പറയുകയും കൂടെ ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ. അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഇന്നും നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ഇന്നും നമുക്ക് ഹിന്ദുക്കളുടെ പല ഗ്രന്ഥങ്ങളും അറിയാം, പക്ഷേ ഒരു 90% ആൾക്കാർക്ക് മനുസ്മൃതി വായിച്ചിട്ടില്ലെങ്കിലും മനുസ്മൃതിയെക്കുറിച്ച് അറിയില്ലേ. നമ്മൾ പഠിക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ പോലും മനുസ്മൃതിയെക്കുറിച്ചില്ല. അതിൽ സ്ത്രീ വിരുദ്ധതയുണ്ടെന്ന് പറഞ്ഞിട്ട് അത് അത്രയും പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്, അത്രയും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു ഡാർക്ക് സൈഡ് ഇതിനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. പക്ഷെ പഠിക്കുന്നതിനേക്കാളും ഒരു ഇതൊന്നും പഠിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നുള്ള ഒരു തലത്തിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടും ഉണ്ട്. അതിനുശേഷം വന്ന ഈ 19th 20th സെഞ്ച്വറിയിൽ നമ്മുടെ ഈ ബോളിവുഡുകളിലും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലകളിലും ഒക്കെ വിദേശ ഇൻഫ്ലുവൻസസും വൈദേശികമായിട്ടുള്ള മതങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ പല കാര്യങ്ങളും, അതേപോലെ തന്നെ ഈ ഇതിൻ്റെ ഓഫ് ഷൂട്ടായിട്ട് വന്നിട്ടുള്ള വൈദേശിക മതത്തിൻ്റെ പൗരോഹിത്യ സംസ്കാരത്തിൻ്റെ ഓഫ് ഷൂട്ടായിട്ട് വന്നിട്ടുള്ള കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് വന്നിട്ട് ഇത് ഈ കാര്യം ബോളിവുഡിലായാലും ഇപ്പോൾ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, ബോളിവുഡിലായാലും പല സ്ഥലങ്ങളിലായാലും ഇതിനെ ഒരു തമാശയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് സാംസ്കാരിക മേഖലകളിലൊക്കെ ഇത് വരികയൊക്കെ ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് എന്നും ഒരു കളിയാക്കപ്പെടേണ്ട സാധനങ്ങളായിട്ട് മാറി. അതോടൊപ്പം ഈ വെസ്റ്റേൺ പോപ്പ് കൾച്ചറും ഈ പറയുന്ന സാധനങ്ങളും സിനിമയും ഇതെല്ലാം കൂടെ ചേർന്ന് വന്നപ്പോഴത്തേക്ക് ആക്ച്വലി ബ്ലാക്ക് മാജിക്കും സെക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സബ്ജക്റ്റുകളായിട്ട് അങ്ങ് മാറുമായിരുന്നു തന്ത്രം. ഈ അടുത്ത കാലം വരെയും തന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം വിട്ടു കഴിഞ്ഞാൽ മിക്ക സ്ഥലങ്ങളിലും ബ്ലാക്ക് മാജിക്കായിട്ടാണ് പറയുന്നത്. ഇന്ത്യക്ക് പുറത്തോട്ട് ഉള്ള പല ആൾക്കാരും എഴുതി വിട്ടിരിക്കുന്ന സാധനങ്ങൾ സെക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആണിത് പോകുന്നത്. അപ്പോൾ നമ്മൾ കൂടുതലും ഫോറിനേഴ്സ് പറയുന്ന രീതി വിശ്വസിക്കുക എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെയും നമ്മളത് പഠിച്ചു കഴിഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു നാർസിസ്റ്റിക് ഇൻഫ്ലുവൻസിങ് മെത്തേഡായിരുന്നു ശരിക്കും ഫോറിനേഴ്സ് നമ്മളെടുത്ത് കാണിച്ചിരുന്നത്. കാരണം ഞങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾ അവിടെ ആ ഒരു മാറ്റം ഉണ്ടായത്, ഞങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇതുണ്ടായത്, ഞങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടായത്. നമ്മളുടെ വിശ്വാസം അവർ വരുന്നതിനനുസരിച്ച് ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഒരുപാട് മാറ്റം ഉണ്ടായതെന്നാണ്. നമ്മുടെ വീട്ടിലൊരു നാർസിസ്റ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പുകളിലൊരു നാർസിസ്റ്റിക് അബ്യൂസ് നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും ആ അബ്യൂസിൽ നിന്ന് നമ്മൾ പുറത്ത് ചാടിയാലും ശരി ഇടയ്ക്കിടയ്ക്ക് ഒരു ട്രോമ കണക്ഷൻ അവരുമായിട്ടുണ്ടാകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ആണോ അല്ലയോ. കാരണം ഒരു നാർസിസ്റ്റിക് കൾച്ചറൽ അബ്യൂസിൻ്റെ ഒരു വിക്റ്റിമും കൂടിയാണ് ഇന്നത്തെ ഒരു ജനത. കാരണം അവരുടെ വിദ്യാഭ്യാസ രീതികളും ഒക്കെ പൊളിച്ചെഴുതേണ്ട വിദ്യാഭ്യാസ രീതികളൊന്നും എഴുതുന്നില്ല. കാരണം വെച്ചാൽ അത്രയും സ്വതന്ത്രമായിട്ട് പഠിക്കാനോ പ്രയത്നിക്കാനോ ഒന്നും പറ്റുന്നു ഇല്ല എന്നുള്ളതാണ് പല കാര്യങ്ങൾ കൊണ്ടും സത്യം. കാരണം ഒരു പർട്ടിക്കുലർ പ്രൊപ്പഗൻഡയിൽ നിന്നുകൊണ്ടേ നമുക്ക് ഇതൊക്കെ നോക്കാനും പറ്റത്തുള്ളൂ. അതുകൊണ്ടായിരിക്കും നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ അല്ലെങ്കിൽ പണ്ടുള്ളവരൊക്കെ പറയുന്നത്, നമ്മുടെ ഒരു മുമ്പുള്ള ജനറേഷൻസൊക്കെ പറയുന്നത് സായിപ്പിനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ കവാത്ത് മറക്കും എന്നൊക്കെ. അപ്പോൾ ഈ അനുഭവം കൊണ്ട് നമുക്കൊരു അടിമത്വം ഉണ്ട്. ഒരു കോളനിയിലുണ്ടായിരുന്ന ആളിൻ്റെ ഒരു അടിമത്വം ഇപ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ എവിടെയോ ഉണ്ട്. ആ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് തന്നത് കൊണ്ടായിരിക്കും നമ്മുടെ ഉള്ളിലൊക്കെ അത് ഉള്ളതും. പക്ഷെ അതൊക്കെ മാറും, കാലക്രമേണ അതിന് മാറ്റം വരികയും ചെയ്യും എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ കൂട്ടല്ലേ, ഇപ്പോൾ സോഷ്യൽ മീഡിയ വല്ലാണ്ട് മാറി. പണ്ടത്തെ കൂട്ട് അങ്ങനെയൊന്നും പറ്റിക്കാൻ പറ്റില്ല. കുറേ പരസ്യം ചെയ്യാം, പല കാര്യങ്ങളും ചെയ്യാമെങ്കിലും അന്വേഷിച്ച് പോകുന്നവന് എവിഡൻസ് കിട്ടുന്ന ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് പഠന റിപ്പോർട്ടുകൾ കിട്ടുന്ന, ഒരുപാട് അങ്ങനെ പൂഴ്ത്തിയൊന്നും വെക്കാൻ പറ്റത്തില്ല, പഠന റിപ്പോർട്ടുകൾ കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നും നമുക്ക് അവൈലബിൾ ആണ്.
നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് തന്ത്രശാസ്ത്രത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. അതിനു മുമ്പ് തന്ത്രശാസ്ത്രത്തിൻ്റെ ഗ്രന്ഥങ്ങളെക്കുറിച്ചും കൂടി ഒന്ന് പഠിക്കണം. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് തന്ത്ര എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഈ ക്ലാസ്സിൽ പറയാൻ ഞാൻ വിട്ടുപോയ 1-2 സബ്ജക്റ്റുകളും കൂടെ നമുക്ക് ആ ക്ലാസ്സിൽ പറയാം. നമ്മൾ ഈ പൊതുവേ മാക്സ് മുള്ളറൊക്കെ പറഞ്ഞിട്ടുള്ള പല സബ്ജക്റ്റുകളും അതിനെ എതിർക്കുന്നതായിട്ടുള്ള പല സബ്ജക്റ്റുകളും വെച്ചിട്ട് ഈ ആര്യൻ ഇൻവേഷൻ തിയറിയെക്കുറിച്ച് നമുക്കൊന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ തന്ത്ര ബുക്സ് പറയുമ്പം ഒന്ന് പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത സമയത്തുള്ള പല പ്രഭാഷണങ്ങൾ കാണുമ്പോൾ പുതിയ പിള്ളേർ, ന്യൂ ജനറേഷനായിട്ടുള്ള ആൾക്കാർ കാവുകൾ അമ്പലമാക്കി മാറ്റുന്നതിന് കാരണം ആര്യന്മാരുടെ ഇതാണെന്ന് പറഞ്ഞപ്പം ആ ഒരു വല്ലാത്തൊരു കഷ്ടം തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആര്യൻ ഇൻവേഷൻ തിയറി എന്ന് പറയുന്ന സാധനം ഒരു പ്രൊപ്പഗൻഡയാണെന്നും അതിലും വിശ്വസിച്ചിട്ട് സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ആൾക്കാർ പോലും ഇങ്ങനെ പറയുന്നത് കാണുമ്പോൾ ഒരു സങ്കടം തോന്നുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പം അടുത്ത ക്ലാസ്സിൽ അതൊക്കെ പഠിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുന്നൊരു കാലഘട്ടമാണ്. സ്ത്രീ സ്വാതന്ത്ര്യം, അങ്ങനെ പല തരത്തിലുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വാദിക്കുന്ന ആൾക്കാരാണ്. സ്വന്തം കാര്യം പറയാൻ, അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ അല്ലേ. ഇതിൽ ഒട്ടും അഭിപ്രായമില്ലാത്ത ഒരു ജനതയുണ്ട്, അല്ലെങ്കിൽ പറ്റാത്തൊരു കാര്യമുണ്ട്. ഇപ്പം ഒരാൾ വിവാഹം കഴിക്കാതെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 30 വയസ്സ് കഴിഞ്ഞ് വിവാഹം കഴിക്കുക ഒരു പെൺകുട്ടി വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അവളെ ശരിക്കും ഒരു സാമൂഹിക ദ്രോഹിയായിട്ടായിരിക്കും കാണുന്നത്. അല്ല, ഒരു പുരുഷനായാലും ജോലിക്കൊന്നും പോകാതെ ഒരു 10-26 വയസ്സ് അല്ലെങ്കിൽ 27 വയസ്സ് കഴിഞ്ഞ് ജോലിക്കൊന്നും പോകാതെ നിൽക്കുകയാണെങ്കിൽ ഒരു സാമൂഹിക വിരുദ്ധനായിട്ടൊക്കെ ഇവരെ കാണുന്നത്. എന്താ ജോലിക്ക് പോകാതെ, നാട്ടുകാരുടെ ആവശ്യമായിരിക്കും. ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മറുപടി പറയാം. പക്ഷേ ഇതുപോലെ തന്നെ ഇപ്പം ഒരാൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരെ കൂട്ടമായിട്ടായിരിക്കും ആക്രമിക്കുന്നത്. എന്താണ് നിങ്ങൾ വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ കഴിച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ളത്. വെജിറ്റേറിയൻ ആവാനും വിവാഹം കഴിക്കാതിരിക്കാൻ അതോടൊപ്പം തന്നെ ഈശ്വര സാധനയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, വാസ്തവത്തിൽ വീട്ടിലും നാട്ടിലും ചുറ്റുപാടുകളുടെ ഇടയിലും ഒന്നും വലിയ സ്വാതന്ത്ര്യമൊന്നുമില്ല. കാരണം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഒരു കള്ളും കഞ്ചാവും അടിച്ച് ഇറച്ചിയും മീനും തിന്ന് സുഹൃത്തുക്കളുമായിട്ട് കറങ്ങി നടക്കുന്ന ഒരാളെക്കാട്ടിലും അതവർക്ക് അവരുടെ സ്വാതന്ത്ര്യമാണ് ചെയ്യുക. പക്ഷെ അവർ അത്രയും പോലും സ്വാതന്ത്ര്യമില്ല. വെജിറ്റേറിയനായി കുറച്ച് കാലം ഒറ്റയ്ക്ക് ജീവിച്ച് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ച് അതുമായിട്ടൊക്കെ ജീവിച്ച് ആരെയും ഉപദ്രവിക്കാതെ സ്വന്തമായിട്ട് ജോലിയൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നും കൂടി ആലോചിക്കണം. സ്പിരിച്വാലിറ്റി, പൂജ, ഈശ്വരീയ വിഷയങ്ങൾ, തന്ത്രശാസ്ത്രം എന്നൊക്കെ പറയുമ്പം മൊത്തത്തിലെ ഒരു പുച്ഛവും ഒരു ഡീഗ്രേഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു ആൾക്കാരുടെ ഒരു മനോഭാവവും പുറത്തേക്കൊക്കെ തന്ത്ര എന്നൊക്കെ പറയുമ്പോൾ മൊത്തത്തിലെ ഒരു ബ്ലാക്ക് മാജിക്കുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ഒരു ഭയവും എന്തോ പോലെയൊക്കെയും കാണുന്ന സാധകനാണ് എന്ന് പുറത്ത് പറയാൻ, അല്ലെങ്കിൽ ഈശ്വര സാധന ചെയ്യുന്ന ഒരാളാണെന്ന് പറയാൻ പലപ്പോഴും സമാധാനത്തിന് വേണ്ടിയിട്ട് മിണ്ടാതിരിക്കേണ്ടി വരുന്നത് സ്വന്തം വീട്ടിലുള്ളവരോട് പോലും. എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ഭാര്യയോടോ ഒക്കെ താനൊരു സാധകനാണെന്ന് പറയാൻ പേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ആരെങ്കിലും കുറച്ച് കൂടുതൽ സാധന ചെയ്താൽ വീട്ടുകാരപ്പം തുടങ്ങും, ഇതിൻ്റെ ഇത്രയൊക്കെ ഭക്തിയുടെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അങ്ങനത്തെ ഒരു സൊസൈറ്റിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ സൊസൈറ്റിയിൽ ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല, നല്ല പണിയാണ്. അപ്പോൾ ആരുടെയും സപ്പോർട്ടൊന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷയുണ്ട്. പക്ഷെ നമ്മളൊരു ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിലേക്ക് എത്താൻ പറ്റും, നമുക്ക് ശ്രമിക്കാനും പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിവിഷണൽ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചും അതിൻ്റെ ശ്ലോകങ്ങൾ ബേസ് ചെയ്തിട്ട് ഓരോ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഡിവിഷണൽ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ചും തന്ത്രഗ്രന്ഥങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ പുരാണം ഇതിഹാസ ഗ്രന്ഥങ്ങൾ ഓരോ കൽപ്പത്തിലും എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും തന്ത്രഗ്രന്ഥങ്ങൾ ഓരോ കൽപ്പത്തിലും എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്നും ഒക്കെയുള്ളത് ഇത് നമ്മുടെ തന്ത്രഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ മറ്റുള്ളിടത്തും പറയുന്നതിന് പ്രമാണസഹിതമായിട്ട് നമുക്ക് പറയാം. അടുത്ത ക്ലാസ്സിൽ ചർച്ചയ്ക്ക് വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ സാന്ദർഭികവശാൽ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നി, അപ്പോൾ അത് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് വീണ്ടും തന്ത്രത്തിൻ്റെ ലോകത്തിലേക്ക്, അതിൻ്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ തന്ത്ര ആൻഡ് ഇൻസൈറ്റ് എന്ന് പറയുന്ന ഈ എപ്പിസോഡ് നമുക്കിവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.